ഹലോ എവ്രി വൺ 20 വർഷം കൊണ്ട് ശ്രദ്ധിക്കണം 20 വർഷം കൊണ്ട് ഒരു വീടും ആ വീടുണ്ടാക്കാൻ വേണ്ടി വന്ന പൈസയും നമ്മുടെ കയ്യിലാക്കാം. വെൽക്കം ടു അനദർ ന്യൂ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മളൊരു ട്രിക്ക് പറയാൻ പോവുകയാണ്. നിങ്ങളുടെ ലോൺ കാലാവധിക്ക് മുൻപ് തന്നെ തിരിച്ചടക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ട്രിക്ക്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് തോന്നുന്നുണ്ടോ? നടക്കുന്നേ. എങ്ങനെ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മുഴുവൻ കാണണം. തുടങ്ങുന്നതിന് മുൻപ് ഗ്രോ മലയാളം ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഉണ്ട് എന്ന് അറിയിക്കുകയാണ്. ഫോളോ ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ തുടങ്ങുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യത്തിൽ നിന്നുമാണ്. ലോൺ കഴിയുന്നതും നേരത്തെ തിരിച്ചടക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണ് എന്നാണ് ആ ചോദ്യം. നോക്കാം. നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ അതിന്റെ തിരിച്ചടവിനൊരു കാലാവധി ഉണ്ടല്ലോ, അതിനെ ടെന്യൂർ എന്ന് വിളിക്കാം. പിന്നെ പലിശ നിരക്ക്, ഇൻട്രസ്റ്റ് റേറ്റ് ആണ് മറ്റൊരു കാര്യം. ടെന്യൂർ കൂടും തോറും നമ്മൾ കൊടുക്കേണ്ട പലിശയും കൂടും. ഇനി ടെന്യൂർ കുറവാണെങ്കിൽ നമ്മൾ മാസാമാസം നൽകേണ്ട തിരിച്ചടവ് EMI കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈ പിക്ചർ നോക്കൂ. ഒരു ഹോം ലോണിന്റെ എക്സാമ്പിൾ കാണാം. നിങ്ങൾക്കൊരു 2 BHK വീട് നിർമ്മിക്കാൻ 70 ലക്ഷം രൂപ ഇറക്കണം എന്നിരിക്കട്ടെ. 10 ലക്ഷം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉള്ളത് കൊണ്ട് അത് ഡൗൺ പേയ്മെന്റ് ആയും ബാക്കി വേണ്ട 60 ലക്ഷം ലോണായും നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കുക. ഈ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 8% ആണെന്നിരിക്കട്ടെ. ലോൺ ടെന്യൂർ 20 വർഷവും, അതായത് ലോൺ കാലാവധി 20 വർഷമാണ്. ഇത് പ്രകാരം നിങ്ങൾ തിരിച്ചടക്കേണ്ട പലിശ നിങ്ങൾ എടുത്ത ലോണിന്റെ അത്ര തന്നെ വരും. 60 ലക്ഷമാണ് ലോൺ, ഇൻട്രസ്റ്റ് 60.44 ലക്ഷവും. ഇനി ഇവിടെ ലോണിന്റെ ടെന്യൂർ 18 വർഷമാക്കിയാൽ പലിശയിൽ അപ്രോക്സിമേറ്റ്ലി 7 ലക്ഷം ലാഭിക്കാൻ പറ്റും. ഇനി 20 ഇയർ ലോൺ 15 ഇയേഴ്സ് കൊണ്ട് അടച്ചു തീർത്താൽ പലിശയിൽ വീണ്ടും വലിയ ഒരളവ് ലാഭിക്കാൻ പറ്റും. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ലാഭിക്കാൻ തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം, അല്ലേ? അപ്പോൾ എങ്ങനെ നമുക്ക് ലോൺ വേഗത്തിൽ തിരിച്ചടക്കാം എന്ന് നോക്കാം. മ്യൂച്വൽ ഫണ്ട്സിലൂടെയാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. മ്യൂച്വൽ ഫണ്ട്സ് സഹി ഹേ എന്നൊക്കെ പറഞ്ഞുള്ള പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? ലോൺ നേരത്തെ തിരിച്ചടക്കാനും മ്യൂച്വൽ ഫണ്ട് നല്ല ഒരു മാർഗമാണ്. ഇതിനു വേണ്ടിയുള്ള സ്ട്രാറ്റജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സ്ട്രാറ്റജിയിലൂടെ കടത്തിൽ നിന്നും ക്വിക്കായി പുറത്തു കടക്കാനും പണം സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ഇതെന്താണ് പരിപാടി എന്ന് വിശദമായിട്ട് പറയാം. ഒരു ഹോം ലോൺ എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ഒരു SIP കൂടെ തുടങ്ങുക. ഈ മന്ത്ലി SIP വഴി മാസാമാസം എത്ര എമൗണ്ട് അടക്കണം എന്ന് പറയാം. ലോണിന്റെ EMI എത്രയാണോ അതിന്റെ 1/3 SIP എമൗണ്ട്. നമുക്ക് ആദ്യം പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. 60 ലക്ഷത്തിന്റെ ലോണ്, ടെന്യൂർ 20 വർഷം, ഇൻട്രസ്റ്റ് റേറ്റ് 8%. ഇതിന്റെ മന്ത്ലി EMI 50,000 രൂപയാണ്. അപ്പോൾ 50,000ന്റെ 1/3, അതായത് 17,000 റുപ്പീസിന്റെ SIP ആണ് നമ്മൾ തുടങ്ങേണ്ടത്. വളരെ കൺസർവേറ്റീവ് ആയ റിട്ടേൺ റേറ്റ് ആയ 10% റിട്ടേൺ റേറ്റ് ഉള്ള ഒരു SIP ആണെങ്കിൽ പോലും 20 വർഷം കൊണ്ട് ഈ SIPയിലൂടെ 1,30,00,000 നമുക്കുണ്ടാക്കാം. അതായത് ആദ്യത്തെ പിക്ചർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഈ 20 വർഷത്തെ ലോണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടും പലിശയും കൂടെ 1,20,00,000 ആണ് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. EMIയുടെ 1/3 മാത്രമുള്ള SIPയിലൂടെ ഇതേ കാലയളവിൽ മുഴുവൻ ലോൺ പ്രിൻസിപ്പളും പലിശയും കൂടെ തിരിച്ചടക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ എത്തുമെന്നാണ് അർത്ഥം. അതാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, 20 വർഷം കൊണ്ട് ഒരു വീടും ആ വീട് ഉണ്ടാക്കാൻ വേണ്ടി വന്ന പണവും നമുക്ക് ഉണ്ടാക്കാം എന്ന്. അപ്പോൾ ഇനി SIPയിലൂടെ നേരത്തെ തന്നെ ലോൺ അടച്ചു തീർക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ EMI അടക്കുന്നതിനൊപ്പം EMI എമൗണ്ടിന്റെ 1/3 SIPയിൽ ഇടുക. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഒരു 12% റിട്ടേൺസ് തരും. ഇത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രത്യേകതയാണ്. ഒരു 4 മുതൽ 6 വർഷം കൊണ്ട് ഈ 12% റിട്ടേൺസ് കിട്ടും. മാർക്കറ്റിന്റെ കണ്ടീഷൻസ് അനുസരിച്ച് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കിട്ടും, ചിലപ്പോൾ കുറച്ച് വൈകും. അപ്പോൾ അവസാന 12 മാസങ്ങളിലെ SIP അവിടെ തന്നെ വെച്ച് ബാക്കി മുഴുവൻ പണവും ആ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ആ സമയത്ത് നിങ്ങൾക്ക് റിഡീം ചെയ്യാം. ഈ എമൗണ്ട് ഉപയോഗിച്ച് ലോൺ എമൗണ്ട് നേരത്തെ തന്നെ റീപേ ചെയ്യുകയും ചെയ്യാം. ഇനി ഈ പിക്ചർ നോക്കൂ. ഒന്നുകൂടി ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ 60 ലക്ഷം ലോണിന്റെ എക്സാമ്പിൾ വീണ്ടും എടുക്കാം. സപ്പോസ് ഇത് തിരിച്ചടക്കാൻ വേണ്ടി തുടങ്ങിയ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും നിങ്ങൾക്ക് 12% IRR 5 വർഷം കൊണ്ട് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ 5 വർഷം മാസാമാസം SIP വഴി 17,000 രൂപ ഇട്ട് നിങ്ങൾ നടത്തിയ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ആയ 10.2 lakhs 14 ലക്ഷം ആയിട്ടുണ്ടാവും അപ്പോഴേക്കും. ആ 5ാം വർഷം മാത്രം നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് അഥവാ 2 ലക്ഷം രൂപ അവിടെ തന്നെ ഇരിക്കട്ടെ. ബാക്കി 12 ലക്ഷം നിങ്ങൾക്ക് ലോൺ റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ആ 2 ലക്ഷം എന്തിനാണ് അവിടെ തന്നെ വെച്ചത് അവസാനത്തെ 12 മാസത്തെ എന്നുള്ളത് നമ്മൾ വഴിയേ പറയും. ഈ ടേബിളിൽ കാണാം, 5 വർഷം കഴിയുമ്പോൾ ലോണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ 1.65 lakh റുപ്പീസ് നിങ്ങൾ അടച്ചു തീർത്തിട്ടുണ്ടാവും അപ്പോഴേക്കും. ഇത് പ്രിൻസിപ്പലിന്റെ 2.7% മാത്രമാണ്. പക്ഷെ മ്യൂച്വൽ ഫണ്ട് ഉള്ളത് കൊണ്ട് അതിൽ നിന്നുള്ള 12 ലക്ഷവും കൂടി ചേർത്ത് 13.65 ലക്ഷം രൂപ ടോട്ടൽ പ്രിൻസിപ്പൽ അടക്കാം. ഇത് ടോട്ടൽ പ്രിൻസിപ്പലിന്റെ 22.75% ആയി. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലോൺ ടെന്യൂർ കാലാവധിയിൽ 6 മുതൽ 7 വർഷം വരെ കുറവും പലിശയിൽ വലിയ ലാഭവും ഉണ്ടാക്കാൻ പറ്റും. ബട്ട് ബി കെയർഫുൾ,
മ്യൂച്വൽ ഫണ്ടിലെ അവസാന വർഷത്തെ എമൗണ്ട് ഇതിനു വേണ്ടി എടുക്കരുത്. അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കൊടുക്കാൻ ആവശ്യമായിട്ട് വരും. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുള്ളത്, വീണ്ടും മന്ത്ലി SIP തുടങ്ങുക. അടുത്ത 4 to 5 ഇയേഴ്സിൽ മ്യൂച്വൽ ഫണ്ട് റിട്ടേൺസ് 12% ആയാൽ ഇതേ സ്ട്രാറ്റജി വെച്ച് ബാക്കിയുള്ള മുഴുവൻ ലോണും നേരത്തെ തന്നെ അടച്ചു തീർക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. പക്ഷേ ഒരുപാട് പേരെ സംബന്ധിച്ച് 50,000 രൂപയുടെ EMIയും ബാക്കി എല്ലാ ചെലവും കഴിയുമ്പോൾ പിന്നെ SIPക്ക് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് കയ്യിലൊന്നും ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ചും കരിയറിന്റെ തുടക്കകാലത്തൊക്കെ ഹോം ലോൺ പോലെ വലിയ സംഖ്യ ലോണായി എടുത്ത ആളുകളെ സംബന്ധിച്ച്. പക്ഷേ അവിടെയും ഒരു ട്രിക്ക് ഉണ്ട്. നമ്മൾ നേരത്തെ ലോണിന്റെ കൂടെ തന്നെ SIPയും സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലേ? പക്ഷേ ഇവിടെ ആദ്യത്തെ 3 വർഷം ഒരു ഇൻവെസ്റ്റ്മെന്റും നടത്താതെ EMI മാത്രം അടച്ചുകൊണ്ടിരിക്കുക. 3 വർഷം കൊണ്ട് നിങ്ങളുടെ ഇൻകവും വർദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഉയർന്ന സാലറി ആവുമ്പോൾ EMI എമൗണ്ടിന്റെ 1/3 വെച്ച് അടക്കുന്ന ഒരു SIP ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഓരോ വർഷം കൂടുമ്പോഴും SIP എമൗണ്ട് 10% വെച്ച് കൂട്ടി വരിക. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് റിട്ടേൺസ് 12% എത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജി പ്രകാരം ലോൺ പ്രീപേ ചെയ്യുക. ഇങ്ങനെ 12 to 13 ഇയേഴ്സ് കൊണ്ട് ലോൺ അടച്ചു തീർക്കാൻ സാധിക്കും. JRL മണിയുടെ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റായ വിജയ് മന്ത്രി പറയുന്നത്, ഈ സ്ട്രാറ്റജി ഇൻവെസ്റ്റ്മെന്റിൽ ഒരു അച്ചടക്കം ഉണ്ടാക്കുകയും ലോൺ തിരിച്ചടക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ്. മ്യൂച്വൽ ഫണ്ട് SIPയിലൂടെ ലോൺ പ്രീപേ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പസ് ഉണ്ടാക്കാം. ഒരു ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടിൽ SIP ഓപ്പൺ ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് പറയാറുള്ളത്. ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിൽ ഫണ്ട് മാനേജർ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ലാർജ് ക്യാപ്, മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് കമ്പനി സ്റ്റോക്കുകളായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓരോ മാർക്കറ്റ് ക്യാപിറ്റലും എത്ര വീതം അലോക്കേറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കാനുള്ള ഫ്രീഡം ഫണ്ട് മാനേജർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് മാർക്കറ്റ് സൈക്കിൾസിലും ബെറ്റർ റിട്ടേൺസ് കിട്ടാൻ ഇത് സഹായിക്കും. ഇങ്ങനെ ലോൺ അടച്ചു തീർത്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യാനുള്ളത്? വേണമെങ്കിൽ EMI എമൗണ്ട് SIPയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇത് ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തുടർന്ന് കൊണ്ടുപോകാം. ഈ എമൗണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഏതൊരു ലോണും തിരിച്ചടക്കുന്നതിന് ഡിസിപ്ലിൻ, അച്ചടക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ ഡിസിപ്ലിൻ SIPയിലും മെയിൻറ്റെയിൻ ചെയ്താൽ ലോൺ പ്രീപേയ്മെന്റിന്റെയും ഇൻവെസ്റ്റ്മെന്റിന്റെയും ബെനിഫിറ്റ് നമുക്ക് കിട്ടും. പല ആളുകളുടെയും ജീവിതത്തിലെ ബിഗ്ഗസ്റ്റ് ഗോൾ ഒരു വീട് എന്ന സ്വപ്നമായിരിക്കും. അതുകൊണ്ട് അതിന് വേണ്ട ബഡ്ജറ്റ് എത്ര വേണമെങ്കിലും കൂട്ടാനും ആളുകൾ തയ്യാറാവാറുണ്ട്. ഒരു 2 BHK മതി എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ പല ബ്രോക്കർമാരും ഏജന്റുകളും അത് 2.5 or 3 BHK ആക്കാൻ നോക്കും. കുറച്ചധികം EMI അടച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. നമ്മളുടെയും നമ്മുടെ ഫാമിലിയുടെയും ഒരു വികാരം തന്നെയായിരിക്കും നമ്മുടെ വീട് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട വീടിന്റെ EMI കൃത്യസമയത്ത് അടക്കുക. ഒപ്പം അതിന്റെ 1/3 വെച്ച് SIP ചെയ്യുക. 12% റിട്ടേൺ കിട്ടുമ്പോൾ ലോൺ പ്രീപേ ചെയ്യുക. അങ്ങനെ മാക്സിമം 12 to 14 ഇയേഴ്സ് കൊണ്ട് ലോൺ ഫ്രീഡം നേടുക. ഈ വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഡിസിഷൻസ് എടുക്കുന്നതിന് മുൻപ് ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറുടെ സഹായം തേടാൻ മറക്കരുത്. ഒപ്പം തന്നെ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.